ഞങ്ങൾ ഇടതുപക്ഷം ഈ കോഴിക്കോട് നഗരത്തിൽ കുറേ വർഷങ്ങളായി ഏറ്റവും മികച്ച ഭരണം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഈ നാട് ഇടതുപക്ഷത്തെ നെഞ്ചേറ്റിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം VM വിനു അല്ല, ഇനി ഹോളിവുഡിലോ ബോളിവുഡിലോ ഏത് നടന്മാർ വന്നാലും കോഴിക്കോട് നഗരം ഇടതുപക്ഷത്തിന് പിന്തുണ നൽകും, ഇടതുപക്ഷം ജയിക്കും എന്നുള്ളൊരു തർക്കവുമില്ല. ഞങ്ങളതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഇവരാണ് വലിയ സർപ്രൈസ് സ്ഥാനാർത്ഥി വരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് പാവം ആ VM വിനുവിനെ കുപ്പായം ഇടിച്ച് പൗഡർ ഇടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ആ ലോറിയിലൊക്കെ ഇറക്കി കല്ലായിലിറക്കി പാവത്തെ ഇങ്ങനെ നടത്തി വോട്ട് പിടിച്ച് പത്രസമ്മേളനം എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പത്രക്കാരെ കാണുക എന്നുള്ളതാണ് എന്ന് കരുതുന്ന ഒരു പറ്റം കോൺഗ്രസ്സുകാരുണ്ട് ഇവിടെ കോഴിക്കോട്. അവരിങ്ങനെ നടത്തുക. അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ VM വിനുവിന് വോട്ടില്ല. ഒരു 5 മിനിറ്റ് പോരെ, 5 മിനിറ്റും വേണ്ട. എന്നിട്ട് ഇവരുടെ ഞങ്ങളതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ലേ. കോൺഗ്രസ് ചിലപ്പോൾ എന്തോ തന്ത്രമായിരിക്കും, അതും ചിലപ്പോൾ തന്ത്രമാവാം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വോട്ടില്ലാതാവുന്നത്. ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഹൈക്കോടതി പറഞ്ഞു, ഹൈക്കോടതിയിൽ ഇവർ പോയി. ഹൈക്കോടതിയിൽ പോകുന്നതിന് മുമ്പും ഒരു പത്രസമ്മേളനം. ആദ്യം ഇദ്ദേഹത്തെ കൊണ്ടുവരുമ്പം പത്രസമ്മേളനം, വോട്ടില്ല എന്നറിഞ്ഞത് എവിടെ നിന്നാ? ഇവർ പത്രസമ്മേളനം നടത്തിയിട്ടാ. പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങളെ അങ്ങ് ആക്ഷേപിക്കുക. അങ്ങനെയുണ്ടല്ലോ, അങ്ങാടി തോറ്റേന് അമ്മയോട് എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും CPM-നോട്. CPM-ന്റെ ഗൂഢാലോചനയാണ് ആരാ പറയുന്നത്? ഇവിടെ DCC പ്രസിഡന്റ് അത് ഏറ്റുപിടിച്ച് എവിടുന്ന് പറയാ? തിരുവനന്തപുരത്തുനിന്ന് സാക്ഷാൽ VD സതീശൻ പറയാ ഇത് CPM-ന്റെ ഗൂഢാലോചനയാണ്. നമ്മൾ ബേജാറായി പോവില്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് കഴിഞ്ഞ് നമ്മളിത് പരിശോധിച്ചു. അപ്പോൾ ഇവർ വീണ്ടും പത്രസമ്മേളനം നടത്തി പറഞ്ഞു 2020 VM വിനു മലാപ്പറമ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ആരാ പറയുന്നത്? ഇവർ തന്നെ. ഈ DCC പ്രസിഡന്റും ഈ പറയുന്ന VM വിനുവും ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ അതാ മറ്റൊരു കക്ഷി വെള്ളയൊക്കെ ഇട്ട് വന്ന്, ഞാനാണ് മലാപ്പറമ്പിലെ നിലവിലെ കൗൺസിലർ രാജേഷ്, DCC നേതാവാണ്, പത്രസമ്മേളനം വിളിച്ചു. അവിടെയും പത്രസമ്മേളനം. എന്നിട്ട് പറഞ്ഞു VM വിനുവിന് മലാപ്പറമ്പിൽ വോട്ടുണ്ട്, ഞാനാണ് കൊണ്ടുപോയി രാവിലെ തന്നെ ചെയ്യിച്ചത് എന്ന്. എങ്ങനെയുണ്ട്? എങ്ങനെ ഇവരെ വിശ്വസിക്കുക? ഹൈക്കോടതി ഇവരോട് പറഞ്ഞു സ്വന്തം കഴിവുകേട് മറച്ചു വെക്കാൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുകളിലോട്ട് പോകരുത്, അവരെ ആക്ഷേപിക്കരുത്. ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ച് എടുത്തെറിഞ്ഞു. എന്നിട്ടും പിന്നെ ഇവരൊന്ന് ഉരുണ്ടു നോക്കി ഞങ്ങളെ കുറ്റാണോന്ന്. അപ്പം ഞാനൊരു ചർച്ചയിൽ ഇവരോട് പറഞ്ഞു, ഇനി ഈ കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥികളൊക്കെ നിർത്തുമ്പോൾ നേരത്തെ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളോട് പറയാ, ഇടതുപക്ഷക്കാരോട് പറയാ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ ഇവരെയൊക്കെയാണ് ആലോചിക്കുന്നത് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഇങ്ങോട്ട് തന്നാൽ ഞങ്ങൾ സഖാക്കൾ പോയിട്ട് ഇവർക്കൊക്കെ വോട്ടുണ്ടോ, ഇല്ലെങ്കിൽ വോട്ട് ചേർക്കാൻ സമയമുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചേർക്കാൻ ആവശ്യമായ ഒരു നടപടിയും ഞങ്ങൾ സ്വീകരിച്ച ഒരു ഉറപ്പ് അങ്ങോട്ട് തരാം. അല്ലാതെ പറയാ, അല്ലാതെ ഈ വോട്ടുണ്ടാവലും വോട്ടുണ്ടാവാതിരിക്കലൊക്കെ സാധാരണയാണ്. പക്ഷെ ആരാ ഈ കാൻഡിഡേറ്റ്? VM വിനു എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ സിനിമാ സംവിധായകൻ. ഇവരെ ഒരുപാട് ദിവസത്തെ ഒരു സ്ട്രാറ്റജിയായി, വലിയ തന്ത്രമായി, ഇവരുടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അങ്ങ് അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. ഇതിന് പുറമെ മെഡിക്കൽ കോളേജ് സൗത്തിലെ സ്ഥാനാർത്ഥിയുടെയും പേര് വോട്ടർ പട്ടികയിലില്ല. ഞങ്ങളിതൊന്നും അങ്ങോട്ട് മുന്നോട്ട് വെക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കോഴിക്കോട് നഗരത്തിന് കിട്ടിയ നിരവധി പുരസ്കാരങ്ങളുണ്ട്. ഈ കോഴിക്കോട്ടെ വികസന പദ്ധതികളുണ്ട്. അത് അടുത്ത തവണ വരാം. ആ വികസനം മുൻനിർത്തി ഈ നാടിന്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തിന് കരുത്ത് പകരണം എന്ന് തന്നെയാണ് ഇടതുപക്ഷം അഭ്യർത്ഥിക്കുന്നത്. അല്ലാതെ ഇവരുടെ കഴിവുകേടും പിടിപ്പുകേടും മാത്രം, ഇവരുടെ സംഘടനാ ദൗർബല്യവും മുതലെടുത്ത് അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ വന്നു. അതിന്റെ അലയൊലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല.